മത്സ്യലഭ്യത കുറഞ്ഞ് തൊഴിൽ നഷ്ടപ്പെട്ട് പട്ടിണിയിലായ തൊഴിലാളികളെ ക്ഷേമനിധി ബോർഡും കൈയൊഴിയുന്നു. ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ മുടങ്ങിയിട്ട് 7 മാസം പിന്നിട്ടു. 8 മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ളപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2 മാസത്തെ പെൻഷൻ ഉടൻ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഭൂരിഭാഗം പേർക്കും ലഭിച്ചിട്ടില്ല. ചുരുക്കം പേർക്ക് ലഭിച്ചതാവട്ടെ 1 മാസത്തെ തുകയും. ഇത് കണക്കിലെടുത്താൽ പോലും 7 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ തടഞ്ഞുവെച്ചത്. മാസങ്ങളോളമായി മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞത് കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളികൾ പ്രയാസപ്പെടുമ്പോഴാണ് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് സർക്കാർ തൊഴിലാളികളെ വട്ടം കറക്കുന്നത്. മാത്രവുമല്ല, 2022 ശേഷം വിവാഹ ധനസഹായം, ചികിത്സാ ധനസഹായം, മക്കളുടെ വിദ്യാഭ്യാസ ധനസഹായം അടക്കമുള്ള മറ്റു ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വർഷം 1350 രൂപ ലഭിച്ചിരുന്ന തണൽ പദ്ധതിയും നിലച്ചിട്ട് 3 വർഷമായി. ജോലിക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് 4 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്.